ഖുറാത്തങ്ങൾ എൻ്റെ കാക്കയും കൂടിയാണ്. അവരുടെ ജീവിതം സുബ്ഹാനല്ലാഹ്, അവർ എത്ര ശത്രുക്കളുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവും നെഗറ്റീവും ഇല്ലാതെ ഒരാളില്ല. പൂർണ്ണനാണ് ആരാണ്? അത് ലോകത്തിന്റെ നേതാവ് ഖാത്തിമുൻ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് പൂർണ്ണൻ. തങ്ങളിൽ ഒരു ന്യൂനതയും ഒരു കുറവും ആർക്കും കാണിക്കാൻ സാധ്യമല്ല. പക്ഷേ മറ്റുള്ളവരങ്ങനെയല്ല. സയ്യിദന്മാരിൽ കുറവുണ്ടാവും, ചിലപ്പോൾ ന്യൂനത ഉണ്ടാവും, കുറവുണ്ടാവും, കാര്യങ്ങൾ അതെല്ലാവർക്കും ഉണ്ടാവും, നല്ലതുണ്ടാവും. പക്ഷെ എന്തുണ്ടായാലും കുറവുകളും ഉണ്ടെങ്കിൽ ആ കുറവുകളെ നമ്മൾ വിളിച്ചു പറയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് എന്താണുള്ളത്, അദ്ദേഹത്തിൻ്റെ നന്മകളെ കുറിച്ച് നമ്മൾ പറയണം. മരിച്ചു കഴിഞ്ഞാൽ എത്ര നാറിയവനാകട്ടെ, വ്യഭിചരിച്ചവനാകട്ടെ, തെമ്മാടിത്തരം ചെയ്തവനാകട്ടെ, എന്താകട്ടെ, അവൻ്റെ വ്യഭിചാരം തെമ്മാടിത്തരം പറയാൻ പാടില്ല, അവൻ്റെ നല്ലതിനെ പറയണം എന്നാണ് ദീന് നമ്മൾക്ക് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഖുറാത്തങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, കാരണം മൂപ്പർ മുഖം നോക്കാതെ ഹക്ക് പറയും, സത്യം പറയും. ചിലപ്പോൾ അത് സത്യത്തിന് ആരും ഇഷ്ടപ്പെട്ടു കൊള്ളുന്നില്ല. അള്ളാഹുവിൻ്റെ ദീന് പറയുമ്പോൾ അത് ചില ആൾക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളുന്നില്ല. അപ്പോൾ ആ ഇഷ്ടപ്പെടാത്തവരെന്ത് ചെയ്യും? വിവാദത്തിലിടും, വലിയ വിവാദങ്ങൾ ഉണ്ടാക്കും. അതിന് കുറേ ആൾ സഹകരിക്കാൻ, തിന്മക്ക് സഹകരിക്കാൻ ആയിരക്കണക്കിന് ആളുണ്ടാവും, നന്മക്ക് സഹകരിക്കാൻ കുറച്ചാളേ ഉണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. അദ്ദേഹം പ്രവർത്തിച്ചു മുന്നോട്ട് പോയി. ഒരുപാട് ശത്രുക്കളുമുണ്ട്, ഒരുപാട് അദ്ദേഹത്തെ സ്നേഹിച്ചവരുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കുന്നവരുണ്ടാകും, അതുപോലെ തന്നെ ദുഃഖിക്കുന്നവരും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരുടെ ജീവിതം എന്തായിരുന്നു? ആ ജീവിതമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരുപാട് കറാമത്തുകൾ ഇപ്പോൾ പറയുന്നു. കറാമത്ത് അവിടെ ഇരിക്കട്ടെ, കറാമത്തല്ല ഇത് വിഷയം കറാമത്തല്ല പ്രിയപ്പെട്ടവരെ, അത്ഭുതം കാണിക്കലല്ല വിഷയം ഇസ്തിഖാമത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്തുന്നവർ, അവരിൽ മുഴുവനും ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്. അവർ അത്ഭുതം കാണിച്ചുകൊള്ളൊന്നുമില്ല. ഒരു പണ്ഡിതൻ അള്ളാഹുവിന്റെ ദീനിനെ ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ ചിട്ടയോട് ഒരു ഖിറാഅത്ത് പോലും ചെയ്യാതെ പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് പോകുന്നവർ വിലായത്തിന്റെ ആൾക്കാരാണ്. നമ്മൾക്ക് തിരിയാൻ സമയം പിടിക്കും പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ആരിഫീങ്ങൾ ഔലിയാക്കൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വായു ആശ്വസിച്ചുകൊണ്ട് നമ്മളിവിടെ നന്മ നിറഞ്ഞുകൊണ്ട് പോകുന്നത്. ആ നന്മ അല്ലാഹു തരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചു പോകുന്നത്. അവർ ചെയ്ത നന്മകൾ, ആ നന്മകളുടെ കാരണമാണ് നമ്മൾ ഇന്ന് ശ്വാസം കഴിക്കുന്ന ശ്വാസം. ഈ ദുനിയാവിൻ്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആലിമീങ്ങളുടെ നന്മയാണ്, സയ്യിദന്മാരുടെ നന്മകളാണ് ദുനിയാവിൻ്റെ ശ്വാസം, ഓക്സിജൻ. അത് തീരുമ്പോൾ ഇവിടെ ഓക്സിജൻ കഴിഞ്ഞു, പിന്നെ എന്താണ്? ലോകത്തിൻ്റെ ഖിയാമത്ത് നാളാണ്. അതാണ് ഇവിടെ അസ്തമിച്ചു പോകുന്ന വലിയ വലിയ തണൽ മരങ്ങൾ. ആ മരങ്ങളില്ലെങ്കിൽ പിന്നെ നമ്മൾക്കൊരു തണൽ കൊള്ളാൻ ഒരു മരമില്ല. ആ മരമില്ലാതിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ശ്വാസം അള്ളാഹു പിടിച്ചു വലിക്കും. തീർന്നു, അതോടുകൂടി ലോകം തീർന്നുപോയി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവർ കൈമുതലാക്കിയത്, അവർ പിടിച്ചത്, അവരുടെ വാപ്പ കാണിച്ച, താജുൽ ഉലമ കാണിച്ച വഴി ഹക്ക് വെട്ടി തുറന്നു പറയണം. ആരുടെ മുമ്പിലാണെങ്കിലും അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീന് പറയാൻ അതുപോലെ ഉറച്ചു നിന്നു, ഹക്ക് പോലെ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചു. സുബ്ഹാനല്ലാഹ്. പിന്നെ അത് അവരുടെ നാവിന് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും, അവർ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. അത് മറ്റുള്ളവർ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, വെറുത്തിട്ട് കാര്യമില്ല, അസൂയ വെച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കൊടുക്കും. ഓരോരാൾക്ക് അള്ളാഹു ചില കഴിവുകൾ കൊടുക്കും. അതെന്താ അദ്ദേഹത്തിന് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് അള്ളാഹു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിച്ചു. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുകയാണ്, എൻ്റെ വീട്ടിലാണ് കൂടുതലും ബഹുമാനപ്പെട്ടവർ ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്നത്. വാപ്പ കൊണ്ട് തന്നെയാണ് കൂറത്ത് കൊണ്ടുപോയി ആക്കിയതും വാപ്പയാണ്. എളാപ്പ പറഞ്ഞു കോയമയെ കൂറയിൽ കൊണ്ടുപോയി ആക്കാം. അത് വാപ്പ തന്നെയാണ് ഉപ്പാപ്പയോട് ചോദിച്ചിട്ട് എന്ത് പറഞ്ഞത്? അങ്ങോട്ട് മാറ്റണം. അതായത് ഖുറാത്തങ്ങൾ പറഞ്ഞു, എനിക്കിവിടെ ഉപ്പാൻ്റെ അടുത്ത് പറ്റൂല, പേടിയാന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു സ്ഥലം അളിങ്കാക്കാന്നാണ് വാപ്പാനെ വിളിക്കുന്നത്, അളിങ്കാക്കൊന്ന് കണ്ടുവെച്ച് തരണം. അങ്ങനെ വാപ്പ ഉപ്പാപ്പയോട് പറഞ്ഞിട്ട് കൂറത്ത് കൊണ്ടുപോയി ആക്കിയതാണ്. കൂറത്ത് യൂസുഫ് ഹാജി, അത് വല്യപ്പാൻ്റെ വലിയ കറാമത്ത് കണ്ട സ്ഥലമാണ്. വാപ്പയുടെ വലിയ കറാമത്ത് കണ്ട സ്ഥലമാണ് ഖുറ എന്നുള്ള സ്ഥലം. മാത്രമല്ല എല്ലാ ഔലിയാക്കളും ആരിഫീങ്ങളും പണ്ഡിതന്മാരും സയ്യിദന്മാരും പണ്ട് മുതൽക്കേ 40-50 കൊല്ലങ്ങൾക്ക് മുമ്പേ വന്ന സ്ഥലവുമാണ് ഖുറ എന്ന് പറയുന്ന സ്ഥലം. മാത്രമല്ല അവിടെ നിന്ന് CM വലിയുള്ളാഹിയുടെ പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട്. 3 ദിവസം യൂസുഫ് ഹാജിന്റെ വീട്ടിൽ നിന്ന് ഖുതുബുൽ ആലം നിന്നുകൊണ്ട് പറഞ്ഞത്, ഇവിടെ ഒരാൾ വരും, അദ്ദേഹം ഈ നാടിന്റെ പേര് കൊണ്ട്
അറിയപ്പെടുകയും ചെയ്യും. ഇവിടുത്തെ മണ്ണിനും ഇവിടുത്തെ വെള്ളത്തിനും ശിഫയുണ്ടാകും. ഇവിടെ ഒരു മസാർ വരും. ഈ സ്ഥലത്തെ ജനങ്ങൾ ചോദിച്ചു വരുമെന്ന് 5 കാര്യങ്ങൾ CM വലിയുള്ള ഖുത്ബുൽ ആലം 1979 പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് 2024 ആകുമ്പോൾ അത് പുലർന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ മഹാത്മാക്കളുടെ യഥാർത്ഥമായ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.